നമസ്കാരം. ഇത്തി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദിനൻ അഖിൽ. അംഗൻവാടി വർക്കർ നിയമനം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ ഗേറ്റിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം മജീദ് ഉദ്ഘാടനം ചെയ്തു. പിൻവാതിൽ നിയമനം നടക്കുന്നു. PSCയെ നോക്കുകുത്തിയാക്കിയിരിക്കുന്നു. ആ മഹത്തായ സ്ഥാപനം ഇന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനകത്ത് എലിയും പൂച്ചയും ഇങ്ങനെ പ്രസവിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ എണ്ണം ഓരോ ദിവസവും PSC ഓഫീസിനകത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. ഇപ്പോൾ ഓരോ ലോക്കൽ കമ്മിറ്റി ഓഫീസിലും കമ്മിറ്റി കൂടുമ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്വന്തക്കാർക്ക് കൊടുക്കും. മറ്റേ പോസ്റ്റ് ഒട്ടിക്കുന്നവര്, 34 കേസിൽ പ്രതിയാകുന്നവര്, നട്ടല്ലടിഞ്ഞ് വീട്ടിലെ കട്ടിലെ കിടക്കുന്നവര്, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ കിടക്കുന്നവര്, ചികിത്സിക്കാൻ പണമില്ലാതെ കിടക്കുന്ന ഇവരുടെ ആരുടെ വീട്ടിലേക്കും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവർക്കൊന്നും ഇപ്പോൾ സഹായമില്ല. നിത്യേന ഇവരോടൊപ്പം നിന്ന് മസിൽ ചുരുട്ടി ആകാശത്തിലേക്ക് എറിയുന്നവർക്ക് മാത്രം തൊഴിൽ എന്ന് പറയുന്ന പ്രവണത ഇനിയെങ്കിലും സാധാരണക്കാരായ സഖാക്കളൊന്ന് മനസ്സിലാക്കണം. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടക്കുന്ന പ്രവണതയിലാണ്. ഈ പ്രവണത നടക്കുന്നത് കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ എല്ലാവരും വിമർശിക്കുന്നത്. എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ എല്ലാവരും വിമർശിക്കുന്നു എന്ന് ചോദിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചില മൂല്യാധിഷ്ഠിതകളും ചില ആദർശങ്ങളും ചില ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം പിണറായി സഭയിലൂടെ കേരളത്തിന്റെ ആവടി മണ്ണിൽ കമ്മ്യൂണിസം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്യുതാനന്ദന് ശേഷം കേരളത്തിൽ കമ്മ്യൂണിസം ഇല്ല. ഇപ്പോഴുള്ളത് പണാധിപത്യവും പണത്തിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയുമാണ്. ഏത് സഖാവ് റോഡിലിറങ്ങിയാലും പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റെ കുഴിച്ചുകൂടിയ ആ സഖാക്കൾക്ക് 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് തീർച്ചയായും തിരിച്ചടിയുണ്ടാവും. എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആ സഹോദരന്മാരുടെ 10% വോട്ട് ഇത്തവണ മാറ്റി ചെയ്തു. അതെവിടെ ചെയ്ത്? 2% കോൺഗ്രസിന് ചെയ്തു, 8% വോട്ട് BJPക്ക് ചെയ്തു. പല മണ്ഡലങ്ങളിലും BJP നിങ്ങൾ ഒപ്പത്തിനൊപ്പം വന്നു. ഇന്ന് കേരളത്തിൽ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ 5% വ്യത്യാസമുള്ള വോട്ടിന്റെ. ആലോചിച്ച് നോക്കെ. ദീർഘനാൾ കേരളം ഭരിച്ച പാർട്ടി, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, ഒരിക്കൽ പോലും അധികാരത്തിൽ വരാത്ത ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BJPക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും 5% വോട്ടിന്റെ വ്യത്യാസമുള്ളെന്ന് പറയുമ്പോൾ എവിടെ ചെന്ന് സഖാക്കളെ? ഇനിയെങ്കിലും ഇക്കാക്ക വിളിച്ച് ഞങ്ങളുടെ പുറകെ നടക്കാതെ നിങ്ങളുടെ പാർട്ടിയെ നന്നാക്കാനും നിങ്ങളുടെ പാർട്ടിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും എവിടെ നിന്നാണ് ഈ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് കണ്ടുപിടിക്കാനുമുള്ള അവസ്ഥയുണ്ടാക്കണം. PP ഷംസുദ്ദീൻ അധ്യക്ഷനായി. സമീർ പുന്നാട്, VP റഷീദ്, സിറാജ് പൂക്കോത്ത്, ഫവാസ് പുന്നാട്, ബൽക്കീസ്, PVC സഹീർ, ഹാരിസ് പെരിയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു.